CPM നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ BJP. കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ച ബത്തേരി യൂണിയൻ ബാങ്കിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്തും. ലക്ഷക്കണക്കിന് രൂപയാണ് സൊസൈറ്റിയുടെ മറവിൽ വെളുപ്പിച്ചെടുത്തത്. നിക്ഷേപകരുടെ പണം വാങ്ങി വഞ്ചിച്ചതിന് പുറമെയാണ് പുതിയ വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരുന്നത്. സൊസൈറ്റിയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന മുൻ ജീവനക്കാരൻ നൌഷാദ് തുറന്നു പറഞ്ഞു. സൊസൈറ്റിയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് വെളുപ്പിച്ചെടുത്തത്. ഇവർക്ക് ഇതിൻ്റെ മുന്നേ ഞാനൊരു ഡെപ്പോസിറ്റ് കൊടുത്തിരുന്നു. 14 ലക്ഷം രൂപ ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിക്ക് ഡെപ്പോസിറ്റ് കൊടുത്തു. ഈ പൈസ ഞാൻ തിരിച്ചു ചോദിച്ച് തന്നില്ല. അപ്പോൾ ബ്രഹ്മഗിരിയിലെ പുതിയൊരു ഭരണസമിതി വന്ന സമയത്ത് എന്നോട് 2 ലക്ഷം രൂപ കൂടെ അധികം ചോദിച്ചു. 2 ലക്ഷം രൂപ കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മുമ്പേ മേടിച്ച പൈസ അടക്കം നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ലക്ഷം രൂപ അധികം ഇവർക്ക് കൊടുത്തു. പക്ഷേ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ബ്രഹ്മഗിരി ഡയറക്ടർ ബോർഡിനോട് പറഞ്ഞിരുന്നു, വളരെ അത്യാവശ്യമുള്ള ക്യാഷാണ്, ഒരു സ്ഥലം വിറ്റതുമായി ബന്ധപ്പെട്ട ക്യാഷാണ്, ഇത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ഒരു ചെക്ക് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ മേടിച്ചത്. എന്നാൽ ഈ പൈസ മേടിച്ച് 2 വർഷമായിട്ടും ഇവർ കൊടുത്ത ഡെപ്പോസിറ്റും തിരിച്ചു തന്നില്ല, ഈ കൊടുത്ത 2 ലക്ഷം രൂപയും തിരിച്ചു തന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 3 വർഷമായി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയല്ലാതെ ഒരാൾക്ക് പോലും ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. കോഴിക്കോട് നിന്ന് ചാക്കുകെട്ടുകളായാണ് പണം വയനാട്ടിലേക്ക് എത്തിയത്. തുടർന്ന് ചില ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ചെറിയ തുകകൾ നിക്ഷേപിക്കുകയും ഈ തുക ബ്രഹ്മഗിരി സൊസൈറ്റി അക്കൗണ്ടിലേക്ക് മാറ്റുകയുമായിരുന്നു. ബത്തേരി യൂണിയൻ ബാങ്ക് വഴിയായിരുന്നു ട്രാൻസാക്ഷൻ. ചാക്കുകെട്ടിൽ കൊണ്ടുവന്ന പണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ബ്രഹ്മഗിരിയിൽ നടന്നത് ആസൂത്രിത തട്ടിപ്പാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധത്തിനാണ് BJP ഒരുങ്ങുന്നത്. പ്രതിഷേധത്തിന്റെ ആദ്യപടി എന്നോണം ബത്തേരി യൂണിയൻ ബാങ്കിലേക്ക് BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്തും. ജനം, വയനാട്.